എന്റെ മളെ എന്താ പറയാൻ എന്നോട് പറയാൻ നേരം പോയിട്ട് അമ്മക്ക് ഒരു റെസ്റ്റ് ഇല്ല. പണിയെടുത്ത് മനുഷ്യൻ കുഴങ്ങിക്കണം. എന്നോട് പറയാൻ കാലിന്റെ മുട്ടും ഊരൊക്കെ വ്യക്തമായിട്ട് വെജടി. എന്താ ഇപ്പൊ ഞാൻ കാട്ടുക? ഒരു മരവും ഉണ്ടായിട്ട് എത്താ കാര്യം? ഒരു ഉപകാരം ഉളക്കൊണ്ടില്ല എനിക്ക്. എന്റെ അമ്മ നമ്മൾ ആദ്യമേ ഓളെ തലയെ കയറ്റി, അതുകൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെ ശരിയാവില്ലല്ലോ. ഓളെ പണിയൊന്നും എത്തിക്കാതെ ഓളെ എത്തിനാപ്പൊ അവിടെ നിർത്തിയിരുന്നത്. ഏതായാലും അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഏതായാലും പുറേക്ക് വരുന്നുണ്ട്. ഓളെ ആ കുഞ്ഞായ്മക്കളിയൊക്കെ ഞാൻ നിർത്തി തരാം. ഓളെ പെരയിലാണെങ്കിൽ പോളി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എന്റെ അമ്മാനെ കൊണ്ട് ഓളെല്ലാം പണിയെടുപ്പിക്കല്ലേ. ഏതായാലും ഞാനാണ്ട് വരുന്നുണ്ട്. ആ മോളമ്മാന്റെ കുട്ടി ഇവിടെ വന്നാലാണ് എന്തെങ്കിലുമൊക്കെ തീരുമാനമാവുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോ ഞാൻ എത്രയേച്ചിട്ട് പറയാ. ഞാൻ എത്തെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഈ ചെവിക്കോ കേൾക്കും, മറ്റേ ചെവിക്കോ വിടും. ഓൾക്ക് അത് ചേലായിക്കും. ഞാനാണ് പറഞ്ഞ് മടുത്തത്. ഇപ്പൊ ഞാൻ പറയില്ല. ഇല്ല പണി ഞാൻ വേഗം എടുക്കും. എല്ലാ പത്താ കാട്ടുക. ഏതായാലും ഉമ്മാന്റെ കുട്ടി എളുപ്പമുണ്ട് വായോ. ആ അമ്മ ഞാൻ അടുത്ത ആഴ്ചയെങ്കിലും വേഗം വരാൻ നോക്കാം. അങ്ങനെട്ടെ ശരിയാവില്ലല്ലോ. നിങ്ങളിപ്പോ വിളിച്ചാലേ. എന്നാ ആയിക്കോട്ടെ അമ്മ. ആയിക്കോട്ടെ മോളെ. ഉമ്മാന്റെ കുട്ടി എളുപ്പം വരാൻ നോക്ക്. എന്നാ ആയിക്കോട്ടെ, ശരി. ഏതായാലും ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഇവിടുന്ന് പുറത്ത് കറക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ എന്റെ ചെറുക്കനൊക്കെ ഒന്ന് വിളിച്ച് പറയാം. ഞാനിപ്പം നടക്കുള്ളൂ. ഇവിടെ വല്ലാണ്ട് ഞാൻ വായിച്ചില്ല. പട്ടിനെ പോലെ പണിയെടുപ്പിക്കണം. ഞാൻ നടക്കുള്ളൂ. ഏതായാലും പൊളിച്ച് വിടണം. അവന് പോയി നോക്കട്ടെ. പണിക്ക് കഴിഞ്ഞിട്ടാണോ ഈ നൃത്തം? അല്ല കുട്ടിയെ, ആ മിറ്റത്ത് കുറെ ഉണ്ട് ചരി ഞാൻ ഉണക്കാട്ടിക്കണം. അത് മഴ അങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ വേണ്ട അത്തിച്ചാ. അല്ലെങ്കിൽ മഴ പെയ്തൊക്കെ നനയും. അതങ്ങ് എടുത്തുവെച്ചോളി. അതുമ്മ അപ്പുറത്തെ പേരത്തെ സൈനാത്താക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പുറത്ത് കിട്ടച്ചല്ലേ. താത്ത എന്നോട് പറഞ്ഞല്ലോ വെയിലാറിയിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ ഇനി ഔത്തേക്ക് ഞമ്മ എടുത്തേക്കണത്? ആ താത്ത കൊണ്ടാൻ വരുമ്പോ ഞാൻ അപ്പോൾ എടുത്താ കാട്ടുക. പിന്നെ സൈനാക്ക് ഇപ്പൊ ചൗരി കൊടുക്കല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ഇനി കൊടുക്കുന്നില്ല. അതല്ല കഥ. ഞാൻ ആയ കാലത്ത് തെങ്ങിന്റെ തൊട്ടി ചാണകവും 100 ഇട്ടിട്ട് ഉണ്ടാക്കിയ തെങ്ങ. അയിമെന്നാണ് ഇപ്പൊ തേങ്ങ കെട്ടിട്ട് ചൗരി ആക്കിയത്. ഞാൻ കൊറേ പേരേര് തെണ്ടിക്കും ചൗരിക്ക്. ഒരു മനുഷ്യന്മാരിച്ച് തന്നില്ലേ. ഇപ്പൊ എനിക്ക് കുറച്ച് ചൗരി ആയപ്പോ ഓൾക്ക് അത് സൈനാക്ക് കൊടുക്കണം. ഈ ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ജോ കൊടുക്ക. അതല്ല കഥ. പഠിച്ചവനെ ഇപ്പൊ ഞാൻ പറഞ്ഞു നന്നായി. ഇനി ഞാൻ സൈന വരുമ്പോ ഞാൻ കൊടുത്തിന്. ജേ ഇന്നിട്ട് വല്ലാണ്ട് വർത്താനം പറയാത്ത ജി മര്യാദ വിട്ടു വെച്ചോ. ഇമ്മ താത്ത എന്നോട് വെയിലായിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയേണ്ടത്? എനിക്കറിയില്ല. ഇനിയിപ്പൊ താത്ത വന്നാൽ എനിക്കറിയില്ല പഠിച്ചോനെ. ഏതായാലും ഞാൻ സൈനാത്താനോട് പറഞ്ഞാലും ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ വേണമെങ്കിലും ചൗരി ഞാൻ ഔത്തുകിട്ട് വെച്ചോളാം. പക്ഷെ താത്ത വന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞോണ്ടേ. ഇന്നെ കൊണ്ട് ഗജുലോട്ടോ പറയാനേ. ഇത് പറയണ്ട താത്താനോട്. പറയാനൊക്കെ ഞാൻ പറഞ്ഞോണ്ട്. ഓളൊരു സിമ്പതി. എത്താ പോളൊക്കെ വർത്താനം. ഇജ് ചിലക്കാതെ വേഗം പോയിട്ട് അത് വെട്ടി വെച്ചോ. എന്ത് വർത്താനം പറയണ്ട ജി. ഏതിൽ പോയാൽ എനിക്ക് കുറ്റങ്ങൾ മാത്രമുള്ളല്ലോ പഠിച്ചാണ്. ഞാനിപ്പോ എത്താ പറഞ്ഞത്? ഇന്നെന്നെ താത്താനോട് കൊടുക്കാന്നായിരുന്നു. ഇപ്പൊ ആ അമ്മേനെ പറയണത് എടുത്തേക്കാൻ. ഇപ്പൊ ഞാൻ കുറ്റക്കാഴ്ചയും ചെയ്തു. അതിനെ റബ്ബേ, പണിയെടുത്ത് എന്റെ നാട്ടിൽ ഒരു വ്യക്തമായിക്കണം. കേറി എന്റെ തലമ കേറലോ ഒത്തേക്കാം. ഏതാണോ എന്റെ ചെറുക്കനോടൊന്ന് പറയണം. ഓനെ ഒന്ന് അറിഞ്ഞോട്ടെ. ഇല്ലാത്ത ഉള്ളൊക്കെ ചിക്കനോട് പറഞ്ഞിട്ട് ഓന്റെ മനസ്സിന് ഇവളാണ്ട് വേർപ്പിച്ചതാ. എന്നാലും ഞാൻ വിചാരിച്ച ഇവളൊന്ന് ഇറക്കി വിടാൻ പറ്റുള്ളൂ. ചെറുക്കനൊന്ന് വിളിക്കാം. മോനെ എത്ര വർത്താനം? ഇതാണമ്മ. എനിക്കെങ്കിലും സുഖം ഉണ്ടല്ലോ. ഉമ്മാന്റെ കാര്യം ഇവിടെ കട്ട പോകാണ്. എന്റെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ പൊരയത്തെ പണി മുഴുവൻ എടുത്തിട്ട് ഞാൻ ആകണ്ട കുഞ്ഞു കുട്ടികൾക്കാണ്. ഊരെ വെട്ടായിട്ട് വെച്ചേ. ഞാൻ എല്ലാ പണി എടുത്തിട്ട് ഇന്നെ കൊണ്ട് കഴിച്ചണില്ല. എന്തിനാ ഓളുണ്ട് കെട്ടിക്കൊടുന്നത്? ഇപ്പൊ ഓളെ റെസ്റ്റ് എടുക്ക, ഞാൻ പണിയെടുക്കുക. എന്റെ ഒരു വീട്ടി എന്റെ കുട്ടി ഉണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ല. എന്നിട്ട് ഇടങ്ങേറാക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു വസ്തു കേൾക്കൂല. അവള് തോന്നിയെത്തി അങ്ങനെ പോവും. എന്താ കേക്കണേ? അപ്പൊ അങ്ങനെ കഴിക്കണില്ലേ? ഏതാ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാ പൂജ ഞാൻ തീർത്തു കൊടുത്തോളാം. ആയിക്കോട്ടെ. എന്നാ ശരി മോനെ. എന്നോടാ കളി. ഏതാ എന്റെ കുട്ടി വന്ന നല്ലൊരു അന്തിമ തീരുമാനം എടുക്കും. അതുവരെ സഹിച്ചാ മതിയോ സ്വാധീന. എന്തൊക്കെയാ റബ്ബേ ഉമ്മ പറയുന്നത് മൂപ്പരോട്? മൂപ്പര് അതൊക്കെ അച്ചേർക്ക് വിസയിക്കും ചെയ്യും.
എന്നിട്ട് വിൽക്കുമ്പോൾ എന്നെ ചീത്തയും ചെയ്യും. ഈ പെരത്തെ മുഴുവൻ പണി ഞാനല്ല എടുക്കണേ, ഇമ്മ എന്തെങ്കിലും ഒന്ന് എടുക്കണ്ട, അമ്മ ഒരു ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കണ്ടേ, എന്ന അമ്മയാണ് അപ്പോൾ ഈ പെരത്തെ മുഴുവൻ പണി എടുക്കണം എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കണത്. അബ്ബേ എന്തോരം ഇടങ്ങറാണ്. ഏതായാലും ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിലേ കൂടുതൽ കാലം നിൽക്കേണ്ടി വരില്ല. നീ പ്രതികരിച്ചാലേ നടക്കുള്ളൂ, നല്ല കാലാകാലം കൂടെ നിൽക്കാൻ പറ്റുമോ? നേരം കുറെ ആയല്ലോ, ഇവിടുത്തെ തമ്പുരാട്ടിക്ക് നീക്കാനായില്ലേ? ഏതായാലും ഓരോരുത്തക്കൊന്ന് പോയി നോക്കട്ടെ. എല്ലാ തമ്പുരാട്ടിയെ നേരം വെളുത്തത് അറിഞ്ഞില്ലേ? എനിക്ക് കണ്ണ് കാണില്ലേ നേരം വെളുത്തത് എല്ലാം. ഇന്നിപ്പോ അടുക്കളയിൽ കയറിയിട്ട് തിരിച്ചൊന്ന് പിടിപ്പിച്ചില്ലേ? എത്താ പന്റെ മട്ടം ഇഞ്ചേ വേഗം ക്ലാസ് ചായ കിട്ടണം, വേഗം ചെല്ലുജി. പൊന്നാരെന്താ എനിക്ക് കണ്ണിന് യാതൊരു കുഴപ്പമില്ല, നേരം വെളുത്തത് ഞാൻ അറിഞ്ഞിക്കണ്. ഇനി മുതൽ ഞാൻ ഏതായാലും അടുക്കളയ്ക്ക് കയറുന്നില്ല. തിരക്കേടിയല്ലേ ജി? ഓള് നേരം വെളുത്ത അറിഞ്ഞിക്കണാല ഇനി അടുക്കളയിൽ കയറില്ലാന്ന്. പൊന്നാരെന്റെ ബളെ അന്റെ ഈ മാഞ്ഞാളെ കളിയൊന്നും ഇവിടെ നടക്കൂല. മര്യാദക്ക് ജി വലിയ വർത്താനം നിർത്തിയിട്ടേ ജി അടുക്കളയിൽ കയറിക്കോ. പൊന്നാരന്റെ അമ്മ, ഞാൻ ഇവിടെ മലയാളത്തിലല്ലേ പറഞ്ഞത് അടുക്കളയ്ക്ക് കയറൂല. പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്റെ പെരേക്ക് പോവാണ്. ഇനി ഏതായാലും ഇവിടെ നിൽക്കൂല ഞാൻ. അല്ലേ ഇജി ഇന്റെ സമ്മതം ഇല്ലാതെ ഇപ്പൊ എന്റെ പെരേക്ക് പോവേ? നടക്കണ കാര്യം എന്തീ പറഞ്ഞോ? അല്ല ഇവിടെ അജി ഇങ്ങനൊക്കെ കടുത്ത തീരുമാനം എടുക്കാം. ഇവിടെ പത്തുണ്ടായത് അതൊന്നും ഇജി പറഞ്ഞിട്ടിക്ക. ഇവിടെ എന്തുണ്ടായത് എന്നൊക്കെ അറിയില്ല. നിങ്ങൾ മോള് വിളിക്കുമ്പോഴും മോൻ വിളിക്കുമ്പോഴും ഇന്റെ കുറ്റങ്ങളല്ലേ പറയണുള്ളൂ. ഈ പെരയത്തെ മുഴുവൻ പഴി എടുത്തിട്ട് നിങ്ങൾ എന്താ പറയല് അവരോടൊക്കെ? ഞാനാണ് പഴി എടുക്കല്, ഓള് ഒത്തൊടുക്കലില്ല, ഓള് റെസ്റ്റ് ആണെന്ന്. പിന്നെ എന്തിനാ ഞാൻ നേരം വെത്തപ്പാട് അടുക്കളയിൽ കയറുന്നത്? ഞാൻ ഏതായാലും പണിയെടുക്കാത്ത ഒരാളാണ്, റെസ്റ്റ് എടുക്കുന്ന ആളാണ്. ഇന്ന് മുതൽ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, നിങ്ങളാണ്ട് പണിയെടുത്തോളി. അല്ലെങ്കിൽ ഞാൻ എന്റെ പെരേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കൂല. ഞാൻ നിങ്ങൾ എന്താച്ചാ കാട്ടിക്കോളി. അത് മോളെ, അത് ഞാന് ഇപ്പൊ നിങ്ങൾ മോളെ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം എന്താ? ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേദനിച്ചില്ലേ? അതേപോലത്തെ വേദന ഞങ്ങൾക്കും ഉണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഓരോ പണി എടുക്കുമ്പോഴും ഇന്നലെ വിളിച്ച് മോനക്കും മോൾക്കും പറയാ ഞാൻ പണി എടുക്കണ, ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ കുറച്ചൊരു വേദന ഉണ്ട്. അതുകൊണ്ടേ ഇനി എന്ത് കാട്ടിയാലും കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം വിചാരിക്കണം, വന്നു കയറിയ മരക്കൾ എന്നാൽ അടിമല്ല. നിങ്ങൾ മക്കളെ പോലെ ഞങ്ങളെ കാണുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് കാര്യമുണ്ട്, എന്നൊക്കെ എന്ത് സുഖം അതിനെ കിട്ടുന്നത്? ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞാൽ എന്നൊക്കെ എന്ത് നേട്ടം കിട്ടുന്നത്? നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെയും മാണ്ടില്ലേ. നിങ്ങൾ ഇഞ്ഞേറ്റ് വർത്താനം പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഇതിൻ്റെ കൺമുന്നിൽ പോയിക്കോളി. പൊട്ടി ഒന്ന് കരയണം ചെല്ലേ. പഠിച്ചതിനൊന്നും മാണ്ടില്ലേ. പാവം, എന്ത് കാര്യമുണ്ട് നിങ്ങൾക്ക്? എന്തൊക്കെ ലാഭം കിട്ടിയത് നിങ്ങൾക്ക്? ഓള് പറഞ്ഞത് ശരിയാണ്. ഇനി ഏതായാലും ഞാൻ ഓളൊന്നും വേദനിപ്പിക്കൂല. ഒരു കാര്യം ഞാൻ എൻ്റെ മോനോടും പറയില്ല, മോളോടും പറയില്ല. ഹലോ മുത്തുമണീസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം മുത്തുമണീസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാണ് ചെയ്തോണ്ടിട്ടാ. പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. പിന്നെ ഒരിക്കലും കൂടി പറയണം, മുത്തുമണികളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.